ഇടുക്കി തൊമ്മൻകുത്തിൽ കുരിശ് പിഴുത വനം വകുപ്പ് നടപടിയിൽ പിഴവെന്ന് കാട്ടി കോൺഗ്രസ് രംഗത്ത്. വനം റവന്യൂ സംയുക്ത പരിശോധന നടക്കാനിരിക്കുന്ന സ്ഥലത്താണ് വനംവകുപ്പ് അവകാശവാദവുമായി എത്തിയതെന്നാണ് വിവരാവകാശ രേഖകൾ ചൂണ്ടിക്കാട്ടിയുള്ള കോൺഗ്രസിന്റെ വാദം. വനവിസ്തൃതി കൂട്ടാനുള്ള നീക്കമാണ് വനംവകുപ്പ് നടത്തുന്നത് എന്നാണ് ആരോപണം. തൊമ്മൻകുത്തിലെ സെന്റ് തോമസ് പള്ളി ഇടവക വിശ്വാസികൾ നാരങ്ങാനത്ത് സ്ഥാപിച്ച കുരിശ് റിസർവ് വനത്തിലെന്ന വാദത്തിലാണ് വനം വകുപ്പ് കുരിശ് പൊളിച്ചു നീക്കിയത്. ജോയിന്റ് വെരിഫിക്കേഷനിൽ റിസർവ് വനമെന്നായിരുന്നു വനം വകുപ്പ് വാദം. എന്നാൽ ഈ മേഖലയിൽ സംയുക്ത പരിശോധന നടന്നിട്ടില്ലെന്ന് രേഖകൾ സഹിതം ചൂണ്ടിക്കാട്ടി കോൺഗ്രസ് ആരോപിക്കുന്നു. 1977 മുമ്പുള്ള കൈവശഭൂമിയിൽ വനം റവന്യൂ വകുപ്പുകളുടെ സംയുക്ത പരിശോധന നടത്താനും തുടർ നടപടികൾ വേഗത്തിലാക്കാനുമായിരുന്നു 2016 മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ചേർന്ന ഉന്നതതല യോഗത്തിലെ ധാരണ. നാരങ്ങാനത്തുൾപ്പെടെ ഇതിന്റെ നടപടികൾ നടത്താനിരിക്കെ വനം വകുപ്പ് തിടുക്കത്തിൽ അവകാശം സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന നടപടി ദുരൂഹമെന്ന് കോൺഗ്രസ് ആരോപിക്കുന്നു. ഈ നാരങ്ങാനത്ത് കുരിശ് പൊളിച്ചതുമായി ബന്ധപ്പെട്ട് വനം റവന്യൂ വകുപ്പുകൾ ഇത് സംരക്ഷിത വനമാണെന്നും വനമായി സംരക്ഷിക്കേണ്ട ഭൂമിയാണ് എന്നുള്ള ഒരു വാദമാണ് മുന്നോട്ട് വെക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട രേഖകൾ പരിശോധിച്ച് കഴിയുമ്പം ഈ വനം റവന്യൂ വകുപ്പ് പറയുന്ന കാര്യം വസ്തുതാവിരുദ്ധമാണ് എന്നുള്ള കാര്യം നമുക്ക് വ്യക്തമാകും. ആളുകളുടെ കൈവശമുള്ള ഭൂമിക്ക് പട്ടയം കൊടുക്കാൻ വേണ്ടി റവന്യൂ വകുപ്പ് ഒരു ഉത്തരവാക്കിയിട്ടുണ്ട്. 2020 നമ്പറായിട്ട് ഉത്തരവാക്കിയിട്ടുണ്ട്. ആ ഉത്തരവിനകത്ത് വളരെ വ്യക്തമായി പറയുന്നു, വനംവകുപ്പിന് ആവശ്യമുള്ള സ്ഥലം ജണ്ടയ്ക്ക് തിരിച്ചിട്ടുണ്ട് എന്നും ജണ്ടയ്ക്ക് പുറത്തുള്ള സ്ഥലത്തിന് പട്ടയം കൊടുക്കുന്ന കാര്യത്തിൽ വനംവകുപ്പിന് തർക്കമില്ല എന്നും ആ റവന്യൂ വകുപ്പിൻ്റെ ഉത്തരവ് വ്യക്തമായി പറയുക. അപ്പോൾ ഇവിടെ കുരിശ് സ്ഥാപിച്ച സ്ഥലം എന്ന് പറഞ്ഞാൽ ജണ്ടയ്ക്ക് പുറത്തുള്ള സ്ഥലമാണ്. ഇപ്പോൾ 2020 റവന്യൂ വകുപ്പിൻ്റെ ഉത്തരപ്രകാരം ആ സ്ഥലം വനംവകുപ്പിന് അവകാശപ്പെട്ടതല്ല. കുരിശ് പൊളിച്ച നടപടിയെ സാധൂകരിച്ച് റവന്യൂ വകുപ്പും വനഭൂമി എന്ന റിപ്പോർട്ട് നൽകിയിരുന്നു. റിപ്പോർട്ട് നൽകിയ വില്ലേജ് ഓഫീസർക്കെതിരെ നിയമ നടപടി ഉണ്ടാകണമെന്നും കോൺഗ്രസ് പറഞ്ഞു. കാളി റേഞ്ചിൽ വരുന്ന റിസർവ് മേഖലയിലാണ് കുരിശ് സ്ഥാപിച്ചതെന്ന് ചൂണ്ടിക്കാട്ടിയാണ് വനംവകുപ്പ് തൊമ്മൻകുത്ത് സെന്റ് തോമസ് പള്ളി സ്ഥാപിച്ച കുരിശ് നീക്കം ചെയ്തത്. 1902 സർക്കാർ വിജ്ഞാപന പ്രകാരമുള്ള തൊടുപുഴ റിസർവിനെ അടിസ്ഥാനപ്പെടുത്തിയുള്ള വനംവകുപ്പ് നീക്കത്തെ നിയമപരമായി നേരിടാനുള്ള ഒരുക്കത്തിലാണ് തൊമ്മൻകുത്തിലെ വിശ്വാസികൾ. ഇതിന് നിയമപരമായ പരിരക്ഷ നൽകുമെന്ന് കോൺഗ്രസും വാദിക്കുന്നു. ന്യൂസ് മലയാളം, ഇടുക്കി.